കഴിഞ്ഞ 3-ാം തീയതിയാണ് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പയ്യന്നൂരിൽ പരിശോധന നടത്തിയപ്പോൾ ജ്യോതിഷിയായിട്ടുള്ള ശ്രീനാഥ് നമ്പൂതിരിയെ പോലീസ് സംഘം അറസ്റ്റ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് 5 ഗ്രാമോളം ഈ കഞ്ചാവ് പിടിച്ചെടുത്തു എന്നാണ് പോലീസിന്റെ ഭാഷ്യം. ഇതുമായി ബന്ധപ്പെട്ട് ഈ ശ്രീനാഥ് നമ്പൂതിരി നമ്മളോടൊപ്പം തന്നെ ചേരുന്നുണ്ട്. ഈ സംഭവത്തിൽ തന്നെ കുടുക്കിയതാണ് എന്നാണ് അദ്ദേഹം പ്രധാനമായും പറയുന്നത്. നമ്പൂതിരി, എന്താണ് അന്ന് സംഭവിച്ചത്? അന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ 3-ാം തീയതി ഞാൻ ഉച്ചക്ക് 2:30 കൂടിയിട്ടാണ് ഓഫീസിലെത്തുന്നത്. അപ്പൊ അന്ന് നോക്കാൻ വേണ്ടി ഒരു സ്ത്രീ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊരു 10 മിനിറ്റിനുള്ളിൽ ഇവര് കയറി വന്നിട്ടുണ്ട്, 8ഓളം പേര്. അപ്പോൾ ഈ ഒരു പേര് പറഞ്ഞിട്ടാണ് ആക്രോശിച്ച് കഞ്ചാവ് ഇടപെട നയിച്ചിട്ടാണ് വരുന്നത്. ഞാൻ പറഞ്ഞു, അങ്ങനെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളല്ല, ഞാനത് ഇവിടെ സൂക്ഷിക്കാറുമില്ല, ഞാൻ ഉപയോഗിക്കുന്ന ആളുമല്ല, അങ്ങനെയല്ലേ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുള്ളൂ. അടുത്ത നിമിഷം അവര് ചാടി കയറി അതിനകത്ത് ഒരു 8ഓളം പേരുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. അവരവിടുന്ന് അത് കിട്ടിയെന്നും പറഞ്ഞിട്ടാണ് പിന്നെ വരുന്നത്. അതിൽ നിന്നാണ് ഞാൻ ആകെ വിഷമായത്. കാര്യം എന്റെ മുറിയിൽ നിന്നാണെങ്കിൽ എന്റേതാണെങ്കിൽ എന്നെ കാണിക്കണം, അത് കാണിച്ചിട്ടില്ല. പിന്നെ ഒരു ഭയാനകമായ ചോദ്യം ചെയ്യലും കുറ്റസമ്മതം ചെയ്യിക്കലൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു 3ഓളം മണിക്കൂറായിരുന്നു അന്നത്തെ ഈ റെയ്ഡ് എന്ന് പറഞ്ഞിട്ട് അതിനടുത്ത് അരങ്ങേറിയിട്ടുള്ളത്. അത് സത്യത്തിൽ ആ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതാണോ, ഈ തുഫാന്റെ പേരിൽ ആ മറവിൽ അതിൽ മുതലെടുത്തത് കുറെ ആൾക്കാരാണോ എന്ന് എനിക്കറിയില്ല. അതിന് കൃത്യമായ ഇൻഫർമേഷൻ ഉണ്ടെന്ന് അവര് പറയുന്നു. എങ്കിൽ എനിക്കതൊക്കെ അറിയേണ്ടിയിരിക്കണു. കാര്യം ഞാൻ ചെയ്ത തെറ്റെന്താണെന്നുള്ളത് എനിക്ക് സമൂഹത്തിനോട് ബോധ്യപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്. ഈ പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം ജ്യോതിഷത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ്. അത്തരത്തിലൊരു പ്രമുഖനായ ഒരു ജ്യോതിഷി കൂടിയാണ് താങ്കൾ. ഈ വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളാണ് ഇതിന്റെ പിന്നിലെന്ന് സംശയിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞാനൊരു 23ഓളം വർഷമായി ജ്യോതിഷം അഭ്യസിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഗുരുകുല സമ്പ്രദായത്തിൽ ജ്യോതിഷം പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. വളരെ അപൂർവ ആൾക്കാരെ ഗുരുകുല സമ്പ്രദായത്തിൽ ജ്യോതിഷം പ്രാക്ടീസ് ചെയ്യുന്നതിൽ പെട്ട ഒരാളാണ് ഞാൻ. എനിക്ക് ഇതുവരെ ജ്യോതിഷ സംബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആരോപണങ്ങളോ എന്റെ മുന്നിൽ വന്നിട്ടുള്ള ഒരു ക്ലയന്റിൽ നിന്നുള്ള ഒരു മോശം അനുഭവമോ എനിക്കും അവർക്കും ഉണ്ടാവാൻ സാധ്യതയില്ല. അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാവണോ അല്ലെങ്കിൽ അവരുടെ ആവശ്യം നടക്കുമ്പോൾ മാത്രമാണ് ഒരു ജ്യോത്സ്യനെ അവർ പിന്നീട് രണ്ടാമത് സമീപിക്കുക. അങ്ങനെ 23 വർഷത്തോളമായിട്ട് ഞാൻ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് ഈ ശാസ്ത്രീയമായ ഒരു പരിശോധന നടത്തിയിട്ട് താങ്കൾ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. താങ്കളെപ്പോലെ ഇത്രയും ക്രെഡിബിലിറ്റി ഉള്ള ഒരാൾക്കെതിരെ ഒരു ആസൂത്രിത ഗൂഢാലോചനയ്ക്ക് അത് പോലീസ് ഉൾപ്പെടെ പങ്കുകാരായി എന്ന് തോന്നുന്നുണ്ടോ? അത്തരത്തിലൊരു വിഷമമുണ്ടോ? പോലീസിനെ ഞാൻ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാര്യം നമുക്ക് ഇന്ന് അറിയാലോ, ഇങ്ങനെയുള്ള ഒരു 10 പേര് കൂടിയിട്ട് ഒരാളെ ആരോപിച്ചു കഴിഞ്ഞാൽ അത് കുറ്റം ചിലപ്പോൾ ആയി പോകുമെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അല്ലാതെ അതിനകത്ത് പോലീസിനും അങ്ങനെ ഒരു വ്യക്തികൾക്കൊന്നും ഒരു പ്രത്യേക പങ്കില്ല. പക്ഷെ സത്യത്തിൽ എനിക്ക് ഇതിന്റെ ഉള്ളിൽ എന്തോ ഒരു ഗൂഢകളി നടന്നിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് ഈ വിവിധ മതത്തിലുള്ള ആളുകൾ പോലും വളരെ വിശ്വസ്തയോടെ കാണുകയും തങ്ങളെ സമീപിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ കലിപൂണ്ട ചിലരാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതെന്നൊരു തോന്നലുണ്ട്. അതെ, തീർച്ചയായിട്ടും വ്യക്തികളോ മറ്റുള്ളവരെയൊന്നും ഞാൻ പരാമർശിക്കുന്നില്ലെങ്കിലും എനിക്കത് സത്യത്തിൽ സംശയം മാത്രമേ ഉള്ളൂ. കാര്യം അതൊരു സത്യമാണത്. അങ്ങനെ തന്നെയാണ്. കാര്യം നമ്മൾ അടുത്ത കാലങ്ങളിലായിട്ട് 5 വർഷത്തോളമായി വളരെ നല്ല രീതിയിൽ പയ്യന്നൂർ ടൗണിൽ പ്രവർത്തിക്കണമെങ്കിൽ തന്നെ ഒരു ജ്യോതിഷാലയത്തിന് സാമാന്യം നല്ല അഭിപ്രായം ഇല്ലാതെ പോകാൻ സാധിക്കില്ല. പല നാടുകളിലും ഞാൻ ജ്യോതിഷ പൂജാ പദ്ധതികൾക്കായിട്ട് പോകുന്ന ഒരാളാണ്. നമ്മുടെ തറവാട് എന്നുള്ളത് അപൂർവമായ ശാക്തേയ ഉപാസനയുള്ള ഒരു തറവാടാണ്. അപ്പൊ ഇതിലൊക്കെ സ്വാഭാവികമായിട്ട് ഒരു വൈരുദ്ധ്യാത്മകമായ ചിന്തകൾ മറ്റുള്ളവർക്ക് വരാം. മാത്രമല്ല, ഈ ഇത്തരത്തിൽ ഓപ്പറേഷൻ തൂഫാൻ ആരംഭിക്കുന്നതിന് മുമ്പേ ലഹരിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രചരണം നടത്തുന്ന ആളുകൂടിയാണ് താങ്കൾ. ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായപ്പോൾ മാനസികമായിട്ടും കുടുംബപരമായിട്ടും ഒരുപാട് വിഷമിച്ചു. തീർച്ചയായിട്ടും. അതാണ് എനിക്ക് ഏറ്റവും വിഷമമായത്. ഞാൻ എന്റെ വീഡിയോകളിലും എന്റെ സപ്താഹങ്ങളിലും ഞാൻ അവസരം കിട്ടുമ്പോൾ പറയുന്ന പ്രധാന ഒന്നാണ് ഇന്നത്തെ സമൂഹത്തിന്റെ യുവതലമുറയുടെ ഈ ഒരു വഴിവിട്ടിട്ടുള്ള പല ബന്ധങ്ങളും പല കേസുകളിലും പല കുട്ടികളും പെടുമ്പോൾ ലഹരിയെക്കുറിച്ചിട്ടുള്ള നല്ലൊരു ബോധവൽക്കരണം സപ്താഹവേദികളിൽ നമ്മൾ കുടുംബസമേതം ഇരിക്കുന്ന കുടുംബത്തോട് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള എനിക്ക് ഇത് തന്നെ വരുമ്പോഴാണ് എനിക്ക് അതിൽ ഒരു സംശയം വന്നത്. നിലവില് നാട്ടുകാരോട് എന്താണ് പറയാനുള്ളത്? നാട്ടുകാർ, എന്നെ അറിയുന്ന നല്ലവരായ നാട്ടുകാരൊക്കെ എന്റെ കൂടെ തന്നെയാണ്. എന്നെ മനസ്സിലാക്കാത്തവരും എന്റെ വളർച്ചയിലും എന്റെ തറവാടിന്റെ ആ ഒരു മന്ത്രശാലയുടെ ഉയർച്ചയിലും കണ്ണുകടിയുള്ളവരെ സംബന്ധിച്ച് നമുക്കിനി അന്വേഷിക്കാൻ ഇനി സാധിക്കില്ല. ഇത്രയും എന്നെ അപമാനിച്ച സ്ഥിതിക്ക് ഞാൻ ബോധ്യപ്പെടുന്നു. എന്റെ ജനങ്ങളുടെ ഇടയിൽ തന്നെ എന്നെ ഇഷ്ടമല്ലാത്തവരും എന്റെ പ്രസ്ഥാനത്തെ ഇല്ലാണ്ടാക്കാനും എന്റെ പ്രശസ്തിയെ ഇല്ലാണ്ടാക്കാനും ഈ 23 വർഷം ഞാൻ ഈ ജനങ്ങളുടെ ഇടയിൽ കേരളത്തിനകത്തും പുറത്തും പല രാജ്യങ്ങളിലും ഞാൻ ഈ ആവശ്യവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, സാമാന്യപ്പെട്ട ഒരു ജോലിച്ചറല്ല. അങ്ങനെയൊക്കെ ഞാൻ ആത്മാർത്ഥത കൊണ്ടും സത്യസന്ധതയും കൊണ്ട് കെട്ടിയെടുത്തതാണ് എന്റെ പെരികവന മന്ത്രശാല എന്നുള്ള ഈ പ്രസ്ഥാനം. അതിനെ തകർക്കാൻ ഗൂഢശക്തികളുടേതിന് തീർച്ചയായിട്ടും എനിക്ക് നിയമപരമായിട്ട് ആരാണ് ഇതിന്റെ പിറകിലെന്ന് അറിഞ്ഞേ പറ്റൂ. എന്തായാലും നമ്പൂതിരിയുടെ ആശങ്കകൾക്ക് അടിസ്ഥാനമുണ്ട്. കാരണം കഴിഞ്ഞ 10-25 കൊല്ലമായി ഇത്തരത്തിൽ മികച്ച രീതിയിൽ തന്റെ കർമ്മമേഖലയിൽ കഴിവ് പ്രകടിപ്പിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്.
അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ, എന്താണ് സത്യം, ആ സത്യം പുറത്തു വരണമെന്നൊരാവശ്യം കൂടിയാണ് ഇത്തരത്തിൽ അദ്ദേഹം പങ്കുവയ്ക്കുന്നത്.